ക്ലബ് ഹൗസിനകത്ത് ഇസ്ലാം മുസ്ലിങ്ങളെ എല്ലാ മുസ്ലിങ്ങളെയും പറയരുതെന്ന് പറയുന്നു, തീർച്ചയായിട്ടും പറയുന്നില്ല. പക്ഷെ ഇതിനകത്തൊരു പ്രോബ്ലം കിടക്കുന്നത്, എന്നെ ഉൾപ്പെടെയുള്ളവര് തിരിച്ച് ചിന്തിക്കാനിടയായ, അല്ലെങ്കിൽ ഇസ്ലാം മത വിഷയത്തിനെതിരായിട്ട് സംസാരിക്കുവാനോ അതിനെ എതിർക്കണം എന്ന് ചിന്തിക്കാനുണ്ടായ കാരണം മുസ്ലിങ്ങളാണ്. അവിടെയാണ് ഇത് കിടക്കുന്നത്. എന്തായിരുന്നു ആ കാരണങ്ങൾ? തീവ്രവാദ പ്രവർത്തനങ്ങളെ നമ്മൾ തന്നെ അത്ഭുതപ്പെടുന്ന നിലയിൽ, നമ്മൾ തന്നെ നാണിക്കുന്ന നിലയിൽ, ഞെട്ടുന്ന നിലയിൽ ഇവിടെ ഇരിക്കുന്ന മുസ്ലിങ്ങൾ ഇരുന്ന് ഇങ്ങനെ ന്യായീകരിക്കുക, തീവ്രവാദ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുക, തീവ്രവാദികളെ പോരാളികൾ എന്ന് വിളിക്കുക, തീവ്രവാദികൾ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര നേതാക്കളെ പോലെ ആയിരുന്നു എന്ന് പറയുക, സുഭാഷ് ചന്ദ്രബോസിനെ പോലെ ആയിരുന്നു എന്ന് പറയുക. ഇങ്ങനെ ഒരു രീതിയിലും മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റാത്ത നിലയിൽ, മനുഷ്യന്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന നിലയിൽ ഈ തീവ്രവാദത്തെ മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്നത് ഹിന്ദുക്കളല്ല, ക്രിസ്ത്യാനികളല്ല, പാഴ്സികളല്ല, ജൈനന്മാരല്ല, എല്ലാം മുസ്ലിങ്ങളാണ്. അപ്പോ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങൾ തന്നെയാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളുടെ ഐഡിയോളജി തെറ്റാണ് എന്നുള്ളതാണ് വാസ്തവം. മറ്റൊരു കാര്യം, സിറിയയിൽ നടക്കുന്ന കൂട്ടക്കുരുതിയുടെ വീഡിയോസും ചിത്രങ്ങളും നിങ്ങൾ എത്ര പേര് കണ്ടെന്ന് അറിയത്തില്ല. റോഡുകളിലൊക്കെ മരിച്ചിടുന്ന വളരെ ബ്രൂട്ടലായിട്ട് തലച്ചോറൊക്കെ പുറത്തു വന്ന് വളരെ എന്താ പറയുക, മാരകമായിട്ട് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദി കൂട്ടങ്ങള് ഇസ്രായേലിന്റെ അതിർവരമ്പ് കടന്ന് അകത്ത് ചെന്ന് അവിടെ വീട്ടിനകത്ത് സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരുന്ന, അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരുന്ന അമ്മയെയും അവരുടെ 3 മാസവും 5 മാസവും 8 മാസവും 1 വയസ്സൊക്കെ പിഞ്ചോമന കുഞ്ഞുങ്ങളെ കൊന്നിട്ട് ടെലിഗ്രാം സന്ദേശം പുള്ളിയുടെ ബാപ്പയ്ക്ക് അയക്കുകയാണ്. അള്ളാഹു അക്ബർ, ഞങ്ങൾ കൊന്നു ബാപ്പ, ഞാൻ ഇത്ര പേരെ കൊന്നു, സന്തോഷിക്കുകയാണ്, അള്ളാഹുവിന് വേണ്ടി ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ്. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങളുണ്ട്, ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്, ജാതികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങളുണ്ട്, പല ഗോത്ര തർക്കങ്ങളും പല രാജ്യങ്ങളും നടക്കുന്നുണ്ട്, ഗോത്ര കൊലപാതകം നടക്കുന്നുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അതിനിടയിൽ ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു മതത്തിന്റെ പേരിൽ ലോകത്ത് കാണുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ അക്രമം അഴിച്ചുവിടുന്നത് അപകടമാണ്. അത് ചോദ്യം ചെയ്യുവാൻ എല്ലാവർക്കും മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അധികാരമുണ്ട്. എമുക്കൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറയുന്നു എന്ന് എനിക്ക് അറിയില്ല, അതിന്റെ യുക്തി എന്താണെന്നും നമുക്കറിയില്ല. നിലവിൽ ഇതൊരു സാമൂഹിക പ്രശ്നമാണ്, ലോകത്തെ മനുഷ്യന്റെ നിലനിൽപ്പിന്റെ വിഷയമാണ്. ഒരു മനുഷ്യന്റെ എക്സിസ്റ്റൻസിന് മുഴുവൻ, അതായത് ഇസ്ലാം മത വിശ്വാസം പോയിട്ട് ബാക്കി എല്ലാ മതവിശ്വാസികളെയും മൊത്തത്തിൽ നശിപ്പിക്കുവാൻ വേണ്ടി വന്ന, അതായത് വംശനാശം തന്നെ, അതായത് മൊത്തത്തിൽ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന ശക്തികൾക്കെതിരായിട്ട് മനുഷ്യന് സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ യുക്തി ഒട്ടും മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ഈ ഹമാസ് ചെയ്തിട്ട് ആ ഹമാസിനെ വെള്ളയടിക്കുകയും അവര് സ്വാതന്ത്ര്യ സമര പോരാളികളാണെന്ന് വിളിക്കുകയും ചെയ്ത നിങ്ങൾ, അവരുടെ പിഞ്ചോമനകളെ കൊന്നു എന്ന് പറയുന്ന നിങ്ങൾ, ഇസ്രായേല് 46,000 പേരെ കൊന്നു എന്ന് പറയുന്ന നിങ്ങൾ, ഈ നടക്കുന്ന ആഫ്രിക്കയിൽ നടക്കുന്ന കൂട്ടക്കുരുതികൾ കാണുന്നില്ലേ? ഈ പറഞ്ഞ സിറിയയിൽ നടക്കുന്നത് കാണുന്നില്ലേ? അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ ലെബനിൽ നടക്കുന്ന കാണുന്നില്ലേ? അതുപോലെ പാകിസ്ഥാനിൽ നടക്കുന്ന ഇതൊന്നും നിങ്ങൾ കാണുന്നില്ല? ഇതൊന്നും ഇവിടെ ഒന്നും ചാകുന്ന മനുഷ്യരല്ലേ? മുസ്ലിങ്ങൾ ചാകുമ്പോൾ മാത്രം വേദന, മുസ്ലിങ്ങൾ ചാകുമ്പോൾ മാത്രം കണ്ണുനീര്, മുസ്ലിങ്ങൾ ചാകുമ്പോൾ മാത്രം കരച്ചിൽ, മുസ്ലിങ്ങൾ ചാകുമ്പോൾ മാത്രം ഹാഷ്ടാഗുകൾ. ഇതിന്റെ യുക്തിയാണ് മനസ്സിലാകുന്നത്. മുസ്ലിങ്ങൾ പോയിട്ട് ബാക്കിയുള്ളവരാരും തന്നെ മനുഷ്യരല്ലേ? മുസ്ലിങ്ങൾ മാത്രമാണോ മനുഷ്യർ? ഇതിന്റെ യുക്തി എന്താണെന്ന് നിങ്ങൾ പറയും. അപ്പൊ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത്, നിങ്ങൾ കാരണം ഇതാണ്. നിങ്ങൾ ഒരു യുക്തിയും ഇല്ലാതെയാണ് പൊതുസമൂഹത്തിൽ നിങ്ങൾ ഇടപെടുന്നത്. നിങ്ങളുടെ ചർച്ചകൾ നിങ്ങൾ വഴിതിരിച്ചു വിടുന്നത് യുക്തിയില്ലാത്ത രീതിയിലാണ്. അതുകൊണ്ട് എമുക്കളുടെ, ഞാനത് എവിടെ പറഞ്ഞു എന്നറിയില്ല, അജിബർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു, അപ്പൊ ഏത് റൂമിലാണെന്ന് അറിയില്ല. അത്തരത്തിൽ ഇതിനു മുമ്പ് എമുക്കൾ മാത്രമല്ല നിരീശ്വരവാദികളും അതിന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് മതവിശ്വാസികളെ വിമർശിക്കുവാൻ റൈറ്റ് ഇല്ല എന്ന്. ഇവിടെ എമുക്കളുടെ ആവിർഭാവം തന്നെ ക്രിസ്ത്യാനികളായ അപ്പോളജിസ്റ്റുകളുടെ എഴുത്തുകളും മറ്റും വായിച്ചും അതിന്റെ റെഫറൻസുകൾ എടുത്തും ഇത്തരത്തിൽ എന്താ പറയുക, ഹദീസുകളും അതുപോലെ തന്നെ സീറകളും ഒക്കെ ഉണ്ടെന്നും അതിനകത്ത് ഇത്തരം കാര്യങ്ങളുണ്ട് എന്ന് ഇവിടെ വിളിച്ചു പറയുകയും റെഫറൻസ് വെക്കുകയും ചെയ്തത് ക്രിസ്ത്യാനികളാണ്. അതിന്റെ ചുവടുപറ്റി നിങ്ങൾ വന്നത് നല്ല കാര്യം തന്നെയാണ്. ഇനിയും വളരൂ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തന്നെയാണ് അവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള റൈറ്റ് ഉള്ളൂ എന്ന് പറയുന്നതിന്റെ യുക്തി മനസ്സിലാകുന്നില്ല. മനുഷ്യർക്ക് എല്ലാവർക്കും റൈറ്റ് ഉണ്ട്, അത് ഏത് ജാതി മത ഗോത്രത്തിൽപ്പെട്ടതായാലും ഉണ്ട്. അതുകൊണ്ട് സിറിയയിൽ നടക്കുന്ന വിഷയത്തിൽ കണ്ണടയ്ക്കുന്ന നിങ്ങൾ മനുഷ്യരല്ല, നിങ്ങൾ മനുഷ്യരെ സ്നേഹിക്കുന്ന മതവുമല്ല. നിങ്ങളുടെ മാർഗം തെറ്റാണ്, നിങ്ങളുടെ വഴി തെറ്റാണ്. നിങ്ങളെ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ പഠിപ്പിച്ചത് നിങ്ങളുടെ നബിയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇന്നത്തെ കാലഘട്ടത്തിൽ തന്നെ ഒരു സ്ത്രീയെ 13 സെക്കൻഡിലധികം നോക്കുന്നത് തന്നെ തെറ്റായിരിക്കുമ്പോൾ ഇത്രയും ലൈംഗിക തീക്ഷ്ണതയോടുകൂടെ ഈ കുട്ടികളെയും അതുപോലെ തന്നെ ഈ സ്ത്രീകളെല്ലാം നോക്കി കാണുന്നതിനെയൊക്കെ കെട്ടിക്കൊണ്ട് കിടന്ന, ഒരു രീതിയിലും അതാർത്ഥം മനുഷ്യത്വത്തിന് നിരക്കാത്ത രീതിയിൽ വൃത്തികേട് കാണിച്ച ഒരാൾ നിങ്ങളെ നയിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പറ്റിയ അപകടമാണ്. അതുകൊണ്ട് നിങ്ങൾ മടങ്ങി വരണം. നിങ്ങളുടെ പോക്ക് തെറ്റാണ്, നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, താങ്ക് യു.